പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങൾ കനക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഘർഷമുണ്ടായി. തായ്ലൻഡ് കംബോഡിയ സംഘർഷം. അതിർത്തി തർക്കത്തെ ചൊല്ലി ആരംഭിച്ച സംഘർഷത്തിൽ 12 നിരപരാധികൾക്ക് ജീവൻ നഷ്ടമായി. 31 പേർക്ക് പരിക്കേറ്റു. കംബോഡിയയിലെ സൈനിക കേന്ദ്രം തകർത്തു. വിനോദസഞ്ചാരികൾ ആശങ്കയിലാണ്. എന്താണ് തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ സംഭവിക്കുന്നത്? സംഘർഷ സാഹചര്യവും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളും എന്തൊക്കെയാണ്? ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി അതിർത്തി തർക്കമുണ്ട്. ഇന്നലെ രാവിലെയാണ് സ്ഥിതിഗതികൾ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത്. ഈ ആഴ്ച അതിർത്തിയിലെ തർക്ക പ്രദേശത്ത് കുഴിബോംബ് പൊട്ടി 3 തായ് സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇത് കംബോഡിയ ബോധപൂർവം സ്ഥാപിച്ചതാണെന്ന് തായ്ലൻഡ് ആരോപിച്ചു. എന്നാൽ ഈ ആരോപണം കംബോഡിയ പാടെ തള്ളി. ബുധനാഴ്ച രാത്രി കംബോഡിയയിലെ തങ്ങളുടെ അംബാസിഡറെ തിരിച്ചു വിളിച്ച തായ്ലൻഡ് രാജ്യത്തെ കംബോഡിയൻ അംബാസിഡറെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിർത്തികൾ അടച്ചു. തുടർന്ന് ഇന്നലെ രാവിലെ അതിർത്തിയിലെ തർക്ക പ്രദേശമായ താമോൻതോം ക്ഷേത്രത്തിനടുത്തായി ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ശക്തമായ ഷെല്ലാക്രമണമാണ് ഉണ്ടായത്. അതിർത്തിയിൽ F-16 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ച തായ്ലൻഡ് അതിർത്തി കടന്ന് കംബോഡിയയിലെ സൈനിക കേന്ദ്രം തകർത്തു. തായ്ലൻഡാണ് ഏറ്റുമുട്ടലിന് തുടക്കമിട്ടതെന്ന് കംബോഡിയ ഇപ്പോഴും ആരോപിക്കുന്നു. തിരിച്ചാണെന്നാണ് തായ്ലൻഡിന്റെ വാദം. വിഷയത്തിൽ ഇടപെടണമെന്ന് കാട്ടി കംബോഡിയ UN-നെ സമീപിച്ചിരിക്കുകയാണ്. ഇതേസമയം ഏറ്റുമുട്ടൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ഭീതിയിലാഴ്ത്തുകയാണ്. ഇന്ത്യയിൽ നിന്നടക്കം നിരവധി സഞ്ചാരികളാണ് ബാങ്കോക്ക് അടക്കം തായ് നഗരങ്ങളിലേക്ക് എത്തുന്നത്. തായ്ലൻഡും കംബോഡിയയും സംയമനം പാലിക്കണമെന്നും പ്രശ്നം പരിഹരിക്കാൻ നേതാക്കളുമായി സംസാരിക്കാൻ തയ്യാറാവണമെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. തായ്ലൻഡും കംബോഡിയയും ഉൾപ്പെടെ ആസിയാൻ കൂട്ടായ്മയുടെ നിലവിലെ അധ്യക്ഷനാണ് ഇബ്രാഹിം. ചൈനയും മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടൽ തുടങ്ങിയത് ഇന്നലെ രാവിലെ തായ് കംബോഡിയൻ അതിർത്തിയിലെ തർക്ക പ്രദേശമായ താമോൻതോം ക്ഷേത്രത്തിന് സമീപമാണ്. കംബോഡിയയുടെ നിരീക്ഷണ ഡ്രോണും പിന്നാലെ റോക്കറ്റ് ലോഞ്ചറുകളടക്കം മാരക ആയുധങ്ങളുമായി സൈന്യം എത്തിയെന്നും തായ്ലൻഡ് ആരോപിച്ചു. തായ് സൈന്യം നുഴഞ്ഞു കയറാൻ ശ്രമിച്ചെന്നും സ്വയം പ്രതിരോധം നടത്തിയതാണെന്നും കംബോഡിയ തിരിച്ചടിച്ചു. തായ്ലൻഡിലെ സുരിൻ, സിസാകെറ്റ്, ഉബോൻ, രാജ്ചതനി പ്രവിശ്യകളിലാണ് ഏറ്റുമുട്ടലും മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ സുരീനിലെ ആശുപത്രിക്കും സിസാകെറ്റിലെ ഗ്യാസ് സ്റ്റേഷനും നേരെ ഷെല്ലാക്രമണമുണ്ടായി. ഇത് ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. തുടർന്ന് 86 അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് 40,000 തായ് പൗരന്മാരെ ഒഴിപ്പിക്കുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഇതാണ് നിലവിൽ തായ്ലൻഡിലെ അവസ്ഥ. തായ് പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനവത്രയെ അടുത്തിടെയാണ് ഭരണഘടനാ കോടതി സസ്പെൻഡ് ചെയ്തത്. കംബോഡിയയുമായുള്ള അതിർത്തി തർക്കം തന്നെയാണ് ഇതിനും കാരണം. മേയിൽ അതിർത്തിയിലെ ഏറ്റുമുട്ടലിനിടെ ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടത് സ്ഥിതിഗതി വഷളാക്കിയിരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ കംബോഡിയൻ മുൻ പ്രധാനമന്ത്രി ഹുങ് സെന്നുമായി ഷിനവത്ര ഫോൺ സംഭാഷണം നടത്തുകയും ചെയ്തു. സെന്നിനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ച ഷിനവത്രെ തായ് മിലിറ്ററിയെ വിമർശിച്ചു. ഫോൺ സംഭാഷണം ചോർന്നതോടെ ഷിനവത്രയെ കുരുക്കിലാവുകയായിരുന്നു. ഷിനവത്രയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്താക്കണോ എന്ന് കോടതി വൈകാതെ വിധിക്കും. നിലവിൽ ഉപപ്രധാനമന്ത്രി ഫുംതം വെച്ചായാച്ചയാണ് ആക്ടിംഗ് പ്രധാനമന്ത്രി. തായ് കംബോഡിയൻ അതിർത്തി 817 കിലോമീറ്ററാണ്. കംബോഡിയ സാധാരണക്കാരെ ആക്രമിച്ചുവെന്നും മനുഷ്യരഹിതമായ നടപടികളിൽ നിന്ന് പരമാധികാരത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുമെന്നും തായ്ലൻഡ് സൈന്യം പ്രഖ്യാപിച്ചു. എന്നാൽ തായ്ലൻഡ് പ്രകോപനമില്ലാതെ വ്യോമാക്രമണം നടത്തുകയും തായ്ലൻഡ് സൈന്യത്തെ പിൻവലിക്കണമെന്നും സ്ഥിതി കൂടുതൽ വഷളാക്കുന്ന തരത്തിലുള്ള നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കംബോഡിയ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്.